അപ്പൊ ഇൻഷാ അള്ളാ 9 മുതൽ 13 വരെയുള്ള ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8 ആയത്ത് എടുത്തിരുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 5 ആയത്തുകളാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വജഅൽനാ നൗമകും സുബാതാ വജഅൽനൽ ലൈല ലിബാസാ وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا. 4-5 ആയത്ത് ഞാൻ ഓതിത്തരാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൂടെ ഓതിക്കോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا. ഇതിൽ നമ്മൾ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന്, 9-ാമത്തെ ആയത്തിൽ കാണാം വജഅൽന നൗമക്കും സുബാത്ത. അവിടെ വജഅൽന നൗമക്കും എന്ന് മണിക്കരുത്. അവിടെ മീമുൽ ഇൽഹാറാണ്. സുക്കൂനുള്ള മീമ് കഴിഞ്ഞ് വന്നത് സീനാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നതാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അതേപോലെ നമ്മൾ താഴെ ഓതി വരുന്നിടത്ത് ഇഖ്ഫാഇന്റെ നിയമങ്ങൾ വരുന്നുണ്ട്, ഇദ്ഗാം ബി ഗുന്നയുടേത് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ഓതുക. 9, 10, 11, 12, 13 ഇത്ര ആയത്ത്. അപ്പം വജഅൽന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വഖലഖനാകും അസ്വാജ അതുവരെയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ അടുത്ത ആയത്ത് വഖലഖനാകും അസ്വാജ അല്ല വജഅൽന നൗമക്കും സുബാത്ത വജഅൽന ലൈല ലിബാസ. 9-ാം വചനം. നമുക്കറിയാം സൂറത്ത് നബ് ആരംഭിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകൾക്കിടയിൽ നടക്കുന്ന ചർച്ച, പരലോക വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ചർച്ചകളും അഭിപ്രായ ഭിന്നതയും അങ്ങനെയുള്ള വിഷയങ്ങൾ വെച്ചുകൊണ്ടാണ് സൂറത്ത് നബ് തുടങ്ങുന്നത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാണ്, അവൻ നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അപ്പൊ ആ ഒരു അനുഗ്രഹദാതാവായ റബ്ബിനെ ഓർത്തുകൊണ്ട് പരലോക ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു ആളുകളോട് ആവശ്യപ്പെടുകയാണ്, പ്രത്യേകിച്ച് നിഷേധികളോട് ആവശ്യപ്പെടുകയാണ് ഈ സൂറത്തിലൂടെ. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ തെര്യപ്പെടുത്തുന്നുണ്ട്. അലം നജഅലിൽ അർള മിഹാദ, ഭൂമിയെ ഒരു തൊട്ടിൽ പോലെ ആക്കി തന്നില്ലേ. വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ ആണികളാക്കിയില്ലേ. വഖലഖനാകും അസ്വാജ, നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചില്ലേ അല്ലെ. വജഅൽന നൗമക്കും സുബാത്ത, അതിന്റെ ബാക്കിയായിട്ട് വരികയാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങളും അങ്ങനെ എടുത്തു പറയാണ്. വജഅൽന വജഅൽന എന്നിങ്ങനെ ആവർത്തിച്ച ആ പദം വരുന്നുണ്ട്. വിശുദ്ധ ഖുർആനില് ഒരുപാട് തവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു പദമാണ് ഇത്, ഈ ജഅല എന്ന ക്രിയ. വജഅൽന, അപ്പൊ ജഅല എന്ന പദം അത് ഫിൽ മാദിയാണ്. ജഅല യജഅലു ജഅലൻ ഫഹുവ ജാഇലുൻ. വജഅൽന, നാം നിങ്ങൾക്ക് ആക്കുകയും ചെയ്തു, ആക്കിത്തരുകയും ചെയ്തു, ഏർപ്പാടാക്കി തരികയും ചെയ്തു. നൗമക്കും, നിങ്ങളുടെ ഉറക്കത്തെ, നിങ്ങളുടെ നിദ്രയെ, നിദ്ര എന്ന് പറഞ്ഞ ഉറക്കം. സുബാത്ത, ഒരു വിശ്രമം അല്ലെങ്കിൽ ഒരു ശാന്തത. അപ്പൊ നിങ്ങളുടെ
നിങ്ങളുടെ ഉറക്കം നാം നിങ്ങൾക്കൊരു വിശ്രമമാക്കി തരികയും ചെയ്തിരിക്കുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹത്തെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ ആയത്ത് പഠിക്കുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്നും രാത്രി കിടന്നുറങ്ങുന്നുണ്ട്. അപ്പൊ ആ ഉറക്കം എന്ന് പറയുന്നത് കേവലമായ ഒരു ഉറക്കമായി, നമ്മുടെ ഒരു റെസ്റ്റായി മാത്രം നമ്മൾ കാണരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ഒരു മഹാ അനുഗ്രഹമാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉള്ള വിശ്രമമായിട്ട് ഉള്ള ഉറക്കം എന്ന് പറയുന്നത്. അപ്പം ഉറക്കം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, ഏറ്റവും വലിയൊരു നിഅമത്താണ്. നമുക്കറിയാം, ഉറക്കം ലഭിക്കാത്തതിൻ്റെ പേരിൽ, ഉറക്കം ലഭിക്കാത്ത കാരണത്താൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉറങ്ങാൻ പറ്റണില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ ഉറക്കം കിട്ടാഞ്ഞിട്ട് ഈ ഉറക്ക ഗുളികകൾ കഴിക്കുന്ന ആളുകളുണ്ട്. ഉറക്കത്തിന് വേണ്ടി നല്ല ഡോസുള്ള ഗുളികകൾ കഴിച്ച് ഉറങ്ങുന്ന ആളുകളുണ്ട്. ശരീരത്തിന് ഭയങ്കരമായ ദോഷഫലങ്ങൾ, പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അത്തരം ഗുളികകൾ. ആ ഗുളിക കഴിച്ചിട്ട് പോലും ഉറക്കം കിട്ടാത്ത ആളുകളുണ്ട്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, ഒരു ദിവസം നമുക്ക് ഉറക്കം നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന വിഷമം എത്രയായിരിക്കും. ഇന്നലെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എത്രമാത്രം മൂഡ് ഓഫ് ആയിരിക്കും, എത്രമാത്രം പ്രയാസപ്പെടുന്നുണ്ടാവും. ആ ഒരു ദിവസം എന്നുള്ളത് 2 ദിവസം, ഒരാഴ്ചയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ മാനസിക നില പോലും തെറ്റി, എന്താ പറയാ, ആ ഒരു അവസ്ഥയിലേക്ക്, ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് വരെ പോയേക്കും. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് കനിഞ്ഞരുളിയ വലിയൊരു അനുഗ്രഹമാണ്. ആ ഉറങ്ങാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു നമ്മുടെ കണ്ണുകളെ സെറ്റ് ചെയ്തത്, അതേപോലെ തന്നെ തൊട്ടടുത്ത ആയത്തിൽ വരുന്ന രാത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പറയുന്നിടത്ത് നമുക്ക് മനസ്സിലാവും റബ്ബ് ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. അപ്പം ഇസ്ലാമിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉറക്കം എന്നത് വലിയൊരു അനുഗ്രഹമാണ്. ആ ഉറക്കം എന്ന അനുഗ്രഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതിനെന്തെങ്കിലും ഭംഗം നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം ചില്ലറയല്ല. നമ്മൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഈ കാര്യം പറയുമ്പോൾ തന്നെ ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും പറയുന്നുണ്ടാവും, ശരിയാണല്ലോ, ഉറക്കം കിട്ടാത്തതിന്റെ പേരിൽ ഞാൻ എത്ര പ്രയാസപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പം മറ്റ് ശാരീരികമായ പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കറിയാം എല്ലാവരും ഓരോരോ ടെൻഷനാണ്. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും. ഒന്നുകിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടത്, കുടുംബവുമായി ബന്ധപ്പെട്ടത്, ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടത്, സാമ്പത്തികമായ പ്രയാസങ്ങൾ, കടബാധ, അങ്ങനെ ഓരോരോ ടെൻഷനുകൾ വരും. അപ്പൊ ഈ ടെൻഷനുകൾ കയറുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടില്ല, കാരണം ആ ചിന്തകൾ വന്നിട്ട്. അപ്പൊ അത് നമ്മുടെ ശരീരത്തെ വല്ലാതെ ക്ഷീണിപ്പിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സത്യത്തിൽ ചെയ്തു തന്ന ഉറക്കമെന്ന അനുഗ്രഹം അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉറക്കം എന്ന് പറയുന്നത് കേവലം ഒരു റെസ്റ്റ് മാത്രമല്ല, ഒരു ഇബാദത്ത് കൂടിയാണ്, ഒരു ആരാധന കൂടിയാണ്. അപ്പൊ ഉറക്കം എങ്ങനെയാണ് ആരാധനയാവുക? അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന സുന്നത്തുകളുടെ പ്രസക്തി. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ വുളു എടുത്ത് കിടക്കുക, നിസ്കരിക്കാൻ കിടക്കുമ്പോൾ വുളു എടുക്കുക, അല്ല നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വുളു എടുക്കുന്നത് പോലെ വുളു എടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, നല്ല തണുപ്പുള്ള ദിവസമാണെങ്കിൽ പോലും ഞാൻ വുളു എടുക്കുന്ന ഒഴിവാക്കില്ല. അത്രയും എന്താ പറയാ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ 0 ഡിഗ്രിയിലൊക്കെ താഴെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്, ക്ലൈമറ്റ് ചൂടൊക്കെ. അപ്പൊ ആ സമയത്ത് പോലും, അത്രയും തണുപ്പുണ്ടെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കാൻ നേരത്തുള്ള വുളു ഒഴിവാക്കാറില്ലായിരുന്നു എന്നാണ്. അപ്പം ആ വുളു എടുത്ത് ഓതേണ്ട സൂറത്തുകളൊക്കെ ഓതി, ആയത്തുകളൊക്കെ ഓതി, ദിക്റുകളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മൾ കിടക്കുമ്പോൾ സുന്നത്തോടുകൂടിയുള്ള പ്രകൃതിപരമായ ഒരു ഉറക്കത്തിലേക്ക് നമ്മൾ പോവാണ്. അതൊരു ഇബാദത്തായി മാറാൻ. ആ സമയത്ത് ആ ഉറക്കത്തിൽ അള്ളാഹു നമ്മുടെ റൂഹിനെ തിരിച്ചെടുത്താൽ അൽഹംദുലില്ലാ, അത് ഏറ്റവും നല്ല ഒരു മടക്കമായിരിക്കും. കാരണം അങ്ങനെ ഒരാൾ കിടന്നുറങ്ങിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉറക്കത്തിൽ അയാളെ തിരിച്ചു വിളിച്ചാൽ, ആ ഓതേണ്ട ആയത്തുകൾ ഓതി അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ശരിയായ തൗഹീദോടുകൂടി ഒരാൾ കിടന്നുറങ്ങുമ്പോൾ ആ ഉറക്കത്തിൽ അള്ളാഹു തിരിച്ചു വിളിച്ചാൽ അവന്റെ മടക്കം, അള്ളാഹു ഈ ഭൂമിയിൽ അവന് ജന്മം നൽകിയ പ്രകൃതി എന്താണോ അതേ രൂപത്തിൽ ആണ് അള്ളാഹു അവനെ തിരിച്ചെടുക്കുന്ന എന്നുള്ളതാണ്. അപ്പോ നമ്മള് അള്ളാഹു സുബ്ഹാനഹു വ തആല
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ കിടക്കണം, ആ നിലയ്ക്ക് നമ്മൾ ഉറങ്ങണം. അപ്പൊ ആ ഉറക്കത്തിന് പോലും പ്രതിഫലം കിട്ടും. അപ്പൊ നമുക്ക് ഉറക്കം വേണം. ഉറക്കം നഷ്ടപ്പെട്ടാൽ നമ്മുടെ എല്ലാ കാര്യവും താളം തെറ്റും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ പ്രത്യേകത എന്താണ്? വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസിന്റെ ആരംഭത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞു, അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം. അള്ളാഹുവിനൊരു മയക്കം, അള്ളാഹുവിന് മയക്കമില്ല, അള്ളാഹുവിന് ഉറക്കമില്ല. അപ്പൊ മയക്കവും ഉറക്കവും ഇല്ലാത്തവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. നമുക്കൊന്ന് മയങ്ങിയാലേ ഒരു ഉന്മേഷം കിട്ടുള്ളൂ, ഉറങ്ങിയാലേ ഒരു ഉന്മേഷം കിട്ടുള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവ രണ്ടും ഇല്ലാത്തവനാകുന്നു റബ്ബ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയത്ത് പഠിക്കുമ്പോൾ. പിന്നെ വേറൊന്നുകൂടിയുണ്ട്. വിശുദ്ധ ഖുർആനിലെ 30-ാം അധ്യായം സൂറത്ത് റൂമിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഉറക്കം എന്നത് ഒരനുഗ്രഹമാണ്. അതുപോലെ അള്ളാഹു പറയാണ്, വമിൻ ആയാത്തിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ. രാത്രിയിലും പകലിലും നിങ്ങൾ ഉറങ്ങുന്നത് നിങ്ങൾക്ക് അള്ളാഹു ഏർപ്പെടുത്തി തന്ന ഉറക്കം എന്ന സംവിധാനം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അതായത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എടുത്തു കാണിക്കുന്ന കുറേയേറെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളിൽ അള്ളാഹുവിന്റെ അതിമഹത്തായ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഉറക്കത്തെ പരിചയപ്പെടുത്തിയത്. അപ്പം ഉറക്കം എന്ന സംവിധാനത്തെ പരിചയപ്പെടുത്താൻ അത് അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരു ആയത്ത് പോലും അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് പോയി കിടന്നുറങ്ങുമ്പോൾ ഒന്ന് ആലോചിക്കണം, ഇതൊക്കെ ആലോചിക്കണം. കഴിഞ്ഞ ഖുതുബയിലെ മറ്റേ ഞാൻ ഓർമ്മപ്പെടുത്തിയിരുന്നു, നമ്മൾ ഈ ദിക്റുകളൊക്കെ ചൊല്ലി സൂറത്തുകളൊക്കെ ഓതി ആയത്തുകളൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരു മുഹാസബത്തു നഫ്സ് വേണം, ഒരു ആത്മവിചാരണ. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു, എന്നിട്ട് ഞാൻ എന്തെല്ലാം നന്മകൾ ചെയ്തു, എന്തെല്ലാം ഇബാദത്തുകൾ ചെയ്തു. ആ നന്മകളെല്ലാം പൊളിച്ചു കളയുന്ന, നഷ്ടപ്പെടുത്തി കളയുന്ന എന്തെങ്കിലും വാക്ക് എൻ്റെ നാവിന്ന് വന്നു പോയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നോട്ടം എൻ്റെ കണ്ണിന്ന് വന്നു പോയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കേൾവി എൻ്റെ ചെവിയിൽ നിന്ന് വന്നു പോയിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ ആലോചിക്കണം. നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഖുർആൻ ക്ലാസ്സിൽ തന്നെ ഇവിടെ ഇരുന്ന് നമ്മളിത് കേട്ട് പഠിക്കുമ്പോൾ ഓരോ സെക്കൻഡിലും നമുക്ക് രേഖപ്പെടുത്തുന്നത് ആയിരക്കണക്കിന് പ്രതിഫലമാണ്. കാരണം ഒരു ത്വാലിബുൽ ഇൽമിന്, അറിവ് നേടുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ കിതാബ് പഠിക്കാനായി നമ്മൾ മാറ്റിവെക്കുന്ന സമയം അത് വലിയ പ്രതിഫലമായി രേഖപ്പെടുത്തപ്പെടും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നന്മയിലാണ് നമ്മളൊക്കെ പങ്കുചേർന്നിട്ടുള്ളത്, അല്ലേ? അപ്പൊ അതിനെല്ലാം വലിയ പ്രതിഫലമുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറക്കത്തെ പറ്റി പറയുന്നത് എന്താണ്? ഉറക്കത്തെ പറ്റി പറഞ്ഞ അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണെന്നുള്ളതാണ്. ആ നിലയ്ക്ക് നമ്മൾ അറിഞ്ഞുറങ്ങാൻ നമുക്ക് പറ്റണം. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് നമ്മൾ ചെയ്ത നന്മകളെ പറ്റി നമുക്ക് ഓർമ്മ വരണം. ആ നന്മകൾ നശിപ്പിച്ച് കളയുന്ന എന്തെങ്കിലും വാക്കുകൾ, ഗീബത്തോ നമീമത്തോ കളവുകളോ നമ്മുടെ നാവെന്ന് വന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങണം. അതുപോലെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റു. നമ്മള് കുവൈറ്റിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ വന്ന് ക്ലാസ്സിൽ ഇരിക്കുന്നവരാണ്. നമ്മൾ നാട്ടിൽ ക്ലാസ് പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ട്, സുബഹി കിടക്കാൻ നേരം കഴിഞ്ഞ് ഏകദേശം ലുഹാ സമയമൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മള് രാവിലെ ഈ ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്നൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ. നമുക്ക് എല്ലാ പ്രാർത്ഥന അറിയാം. എന്താ പ്രാർത്ഥനയുടെ അർത്ഥം? അള്ളാഹുവെ, എനിക്ക് മനോഹരമായ അല്ലെങ്കിൽ സുന്ദരമായ ഒരു ഉറക്കം നീ തന്നു. ആ ഉറക്കത്തിന് ശേഷം എന്നെ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും നല്ല. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹിൻ നുശൂർ. അള്ളാഹുവെ, ഞാനൊരു മരണത്തിലായിരുന്നു. ആ മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് വീണ്ടും ജീവിതം നൽകിയ അള്ളാഹുവെ, നിനക്കാണ് സർവസ്തുതിയും എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതെന്താ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ കാരണം? ഖുർആനിലെ 39-ാമത്തെ സൂറത്തിലെ 42-ാമത്തെ ആയത്തിൽ കാണാം, അള്ളാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലത്തി ലം തമുത് ഫീ മനാമിഹ എന്നാണ്. അള്ളാഹു ആത്മാക്കളെ മരിക്കുന്ന സമയത്ത് പൂർണ്ണമായും പിടിച്ചെടുക്കുന്നു.
ഇനിയോ ഉറക്കത്തിലാവട്ടെ വല്ലത്തി ലം തമുത് ഫി മനാമിഹ, ഇനി മരിക്കാത്ത ആളുകൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർ ഉറങ്ങുന്ന നേരത്ത് അള്ളാഹു അവരുടെ റൂഹിനെ ഏറ്റെടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോ അള്ളാഹു ഉദ്ദേശിച്ചാൽ നമുക്കത് തിരിച്ചു തരും. നമ്മള് തലേന്ന് രാത്രി നമ്മൾ കിടക്കുമ്പോൾ പിറ്റേന്ന് പോകേണ്ട യാത്രകൾ, ചെയ്തു തീർക്കേണ്ട ജോലികൾ, പ്ലാനുകൾ, കാണേണ്ട ആളുകൾ, അങ്ങനെ എന്തെല്ലാം സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, പദ്ധതികൾ എന്തെല്ലാമായിട്ടാണ് സത്യത്തിൽ നമ്മൾ കിടന്നുറങ്ങുന്നത്. പക്ഷെ ആ ഉറക്കിൽ അള്ളാഹു തിരിച്ചു വിളിച്ചാലോ നമുക്ക് എഴുന്നേക്കാൻ പറ്റൂല. അപ്പം ഉറക്കം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു മരണമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ റൂഹിനെ ഏറ്റെടുക്കുന്നുണ്ട്. നമ്മൾ എഴുന്നേക്കുന്ന സമയത്ത് അള്ളാഹു എന്ത് ചെയ്യുന്നു, അതിനെ നമുക്ക് തിരിച്ചു തരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ ദിവസവും നേരം വെളുക്കുന്ന സമയത്ത് ചൊല്ലുന്ന ആ പ്രാർത്ഥന അത് വളരെ അർത്ഥവത്താണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. ഒരു മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ച റബ്ബെ നിനക്കാണ് സർവസ്തുതിയും എന്നുള്ളതാണ്. അപ്പം അത്രയും അള്ളാഹുവിന്റെ അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് ഉറക്കം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഉറങ്ങേണ്ടത്. എന്നെ പോലെ ഉറങ്ങാൻ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവരൊരുപാട് ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഗുളിക കഴിച്ചിട്ട് പോലും ഉറങ്ങാൻ പറ്റുന്നില്ല. അതിനിടയിൽ അള്ളാഹു എനിക്ക് ശാന്തസുന്ദരമായി ഉറങ്ങാൻ എന്റെ ശരീരത്തെ സംവിധാനിച്ച റബ്ബ് എനിക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് എന്ന ഓർമ്മയോടെ ആവണം നമ്മൾ കിടക്കേണ്ടതും നമ്മൾ രാവിലെ എഴുന്നേൽക്കേണ്ടതും. അപ്പൊ അള്ളാഹു ആ അനുഗ്രഹത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തി തരികയാണ്. ഇനി 10ാമത്തെ ആയത്ത് എന്താ? വജഅൽന ലൈല ലിബാസ, വജഅൽന ലൈല ലിബാസ, വജഅൽന നാം ആക്കുകയും ചെയ്തു, അല്ലൈല, ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി. നമുക്കറിയാം ലൈൽ രാത്രിയാണ്, നഹാറ് പകലാണ്. അപ്പൊ രാത്രിയെ നാം ആക്കുകയും ചെയ്തു എന്ത്? ലിബാസ, ഒരു വസ്ത്രം. അപ്പൊ രാത്രിയെ നിങ്ങൾക്ക് നാം ഒരു വസ്ത്രവും ആക്കി തന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നമുക്കറിയാം ഈ രാവ് എന്ന് പറയുന്നത് പകലിൽ നമ്മൾ ഒരുപാട് പോയി ജോലി ചെയ്ത് അധ്വാനിച്ച് ഒക്കെ വന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ ശരീരം റെസ്റ്റ് എടുക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് മെല്ലെ മെല്ലെ മാറും. രാത്രി ഒന്ന് കിടന്ന് എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്ന ഉന്മേഷം ചെറുതല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയെ ആ രൂപത്തിൽ സംവിധാനിച്ചു എന്നാണ്. അപ്പൊ നോക്കൂ, താബിഈ പണ്ഡിതനായ സുദ്ദി റഹിമഹുല്ല പറയുന്നുണ്ട്, വജഅൽനൽ ലൈല ലിബാസ എന്ന് പറഞ്ഞാൽ ഐ സക്കനൻ ലക്കും, നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും സ്വസ്ഥതയും സമാധാനവും ഒക്കെ തരുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു രാത്രിയെ പരിവർത്തിപ്പിച്ചു. രാത്രിയാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് വല്ലാത്തൊരു സന്തോഷമാണ്, വല്ലാത്തൊരു സുഖമാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് എന്നുള്ളതാണ്. മാത്രമല്ല നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, രാവും പകലും അള്ളാഹു സൃഷ്ടിച്ചതും സംവിധാനിച്ചതുമായ രീതി തന്നെ അത് സത്യത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. പെട്ടെന്നൊരു ദിവസം രാത്രിയാവുക, പെട്ടെന്നൊരു സമയത്ത് പകലാവുക, അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ വളരെയേറെ പ്രയാസപ്പെട്ടു പോയേനെ. അതേപോലെ തന്നെ എന്നും രാത്രിയായിരുന്നെങ്കിൽ നമ്മളേറെ പ്രയാസപ്പെട്ടു പോയിരുന്നേനെ. എന്നും പകലായിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ടേനെ. അപ്പൊ രാവും പകലും മാറി വരുന്ന ആ ഒരവസ്ഥ, മെല്ലെ സൂര്യൻ ഉദിക്കുന്നു, അത് പിന്നെ എന്താ പറയാ മുകളിലേക്ക് എത്തുന്നു, അത് അസ്തമിക്കുന്നു, മെല്ലെ രാത്രിയാവുന്നു. ആ ഒരു സംവിധാനം തന്നെ അള്ളാഹു വെച്ചത് വലിയൊരു അനുഗ്രഹമാണെന്നുള്ളതാണ്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നും നമ്മളിങ്ങനെ നമ്മുടെ ചുറ്റുപാടും കാണുമ്പോൾ നമ്മൾ അലസമായിട്ട് അതിനെ എന്താ പറയാ കണ്ടു നോക്കി പോകരുത്. അതൊക്കെ അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് വജഅൽനാ നൗമക്കും സുബാത്ത വജഅൽനൽ ലൈല ലിബാസ എന്ന ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്. അടുത്ത ആയത്ത് എന്താണ്? വജഅൽനൻ നഹാറ മആശ, വജഅൽനൻ നഹാറ മആശ, വജഅൽന നാം ആക്കുകയും ചെയ്തു. എന്തിനെ? അന്നഹാർ, പകലിനെ. നെഹ്ർ എന്ന് പറഞ്ഞാൽ പുഴയാണ്, നഹാർ എന്ന് പറഞ്ഞാൽ പകലാണ്. പുഴ, നെഹ്ർ പുഴയാണ്, നഹാർ പകലാണ്. അപ്പൊ പകലിനെ നാം ആക്കുകയും ചെയ്തു. എന്താക്കി? മആശ. മആശ എന്ന് പറഞ്ഞാൽ ജീവസന്ധാരണ വേള, അല്ലെങ്കിൽ ഉപജീവനം അന്വേഷിക്കുന്ന സമയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. മആഷ് സാധാരണ അറബികളൊക്കെ ശമ്പളത്തിന് സാധാരണ പറയാറുള്ളത്, ശമ്പളത്തിന് റാത്തിബ് എന്നാണ് പറയാറുള്ള ഒരു പദം. പക്ഷെ
മആഷ് എന്ന് പറയും. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ശമ്പളത്തിന് മആഷ് എന്ന് പറയും. നമ്മുടെ ജീവിതം കഴിഞ്ഞു പോകാനുള്ള വിഭവം എന്ന അർത്ഥത്തിലാണെന്ന് പറയാറുള്ളത്. നമ്മൾ സാധാരണ മലയാളത്തിലാണെങ്കിലും പറയാറുണ്ട് മഈഷത്ത്. നമ്മൾ പറയുന്ന ഒരു പദമാണത്. ആഷ എന്ന് പറഞ്ഞാൽ ജീവിച്ചു എന്നാണ്. ആഷ യഈഷു, ആഷ യഈഷു, ഈഷത്ത് ജീവിതം. അപ്പൊ മആഷ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയാ, നമ്മുടെ ജീവിതം കഴിഞ്ഞു പോകാനുള്ള വസ്തു എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഇവിടെ ആയത്തിൽ മആഷ് എന്നാണ് പറഞ്ഞത്. വജഅൽന നഹാറ മആഷ, പകലിനെ നാം ജീവിത സന്ധാരണ വേളയും ആക്കിയിരിക്കുന്നു. അപ്പൊ ഇതും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇവിടെ പകലിൽ നമ്മൾക്ക് ജീവിക്കാനുള്ള വക കണ്ടെത്തുന്ന സമയം എന്ന് പറയാൻ കാരണം രാത്രിയിൽ നമ്മൾ ജോലി ചെയ്യാനേ പാടില്ല, മൈഷത്ത് തേടി പോകാൻ പാടില്ല എന്നുള്ളതല്ല. മറിച്ച് ഭൂരിഭാഗം ആളുകളും മൈഷത്ത് തേടിപ്പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത് പകലാണ്. അതുകൊണ്ടാണ് അള്ളാഹു വജഅൽന നഹാറ മആഷ എന്ന് പറഞ്ഞത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ ആയത്തൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി 12ാമത്തെ വചനം എന്താ? വബനൈന ഫൗകക്കും സബ്അൻ ഷിദാദ, വബനൈന ഫൗകക്കും സബ്അൻ ഷിദാദ. വബനൈന നാം സ്ഥാപിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്തു. ബന എന്നതാണ് അതിലെ ക്രിയ വരുന്നത്. ബന യബ്നി ബിനാ എന്നാണ്. ബന യബ്നി ബിനാ. നിർമ്മാതാവ് എന്ന പദം, ബന എന്ന ക്രിയയുടെ ഇസ്മു ഫാഇൽ ബാനിൻ എന്നാണ്. ബാനിൻ അല്ലെങ്കിൽ ബാനി എന്ന് പറയും. അപ്പോൾ ബനൈന നാം പടയ്ക്കുകയും ചെയ്തു, നാം സൃഷ്ടിക്കുകയും ചെയ്തു, നാം ഉണ്ടാക്കുകയും ചെയ്തു. ഫൗക്കക്കും അള്ളാഹു പറയാണ് നിങ്ങൾക്ക് മീതെ, സബ്അൻ ഷിദാദ, 7 എണ്ണത്തെ. സബ് എന്ന് പറഞ്ഞാൽ 7, ഷിദാദ് എന്ന് പറഞ്ഞാൽ ഷദീദ് എന്നതിന്റെ ജം ആണ്, ബഹുവചനമാണ് ഷിദാദ്. അപ്പം ബലിഷ്ഠമായ അല്ലെങ്കിൽ കഠിനമായ ശക്തമായ 7 എണ്ണത്തെ നിങ്ങൾക്ക് മീതെ നാം സൃഷ്ടിച്ചു വെക്കുകയും ചെയ്തു, അല്ലെങ്കിൽ പടച്ചു വെക്കുകയും ചെയ്തു, സ്ഥാപിക്കുകയും ചെയ്തു എന്നൊക്കെ അർത്ഥം പറയാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മീതെ 7 എണ്ണത്തെ നാം സൃഷ്ടിച്ചു അല്ലെങ്കിൽ പടച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആകാശത്തെ പറ്റിയാണ്. പക്ഷെ ഈ ആയത്തിൽ എവിടെ എന്തില്ല, ആകാശത്തെ പറ്റിയുള്ള പ്രയോഗമില്ല. എന്നാൽ മുഫസ്സിറുകളൊക്കെ തന്നെയും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആകാശമാണ്. ആകാശം എന്ന് പറഞ്ഞാൽ ഒരാകാശമല്ല, 2 അല്ല, 7 എണ്ണത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. സൂറത്തുൽ മുൽക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്കിന്റെ 2ാമത്തെ ആയത്തിൽ കാണാം അള്ളാഹു ആരാണ്? അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസ്വറ ഹൽ തറാ മിൻ ഫുതൂർ. അള്ളാഹു പറയാണ് 7 ആകാശങ്ങളെ അടുക്കടുക്കായി സൃഷ്ടിച്ചവനാണവൻ. അള്ളാഹുവിന്റെ ആകാശത്തെ പറ്റിയുള്ള സൃഷ്ടിപ്പിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. അതിലെവിടെയെങ്കിലും എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ, എന്തെങ്കിലും പോരായ്മയുണ്ടോ, ന്യൂനതയുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക്. നിങ്ങൾക്കതിലെവിടെയും ഒരു പോരായ്മയും ഒരു ന്യൂനതയും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ അള്ളാഹു വലിയൊരു വമ്പിച്ച കാര്യമായിട്ടാണ് ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ചു പോയ സൂറത്ത് നാസിയാത്തിലെ തന്നെ ആയത്തിൽ നമുക്ക് കാണാം അൻതും അഷദ്ദു ഖൽഖൻ അമിസ്സമാ ബനാഹ, നിങ്ങളെയാണോ സൃഷ്ടിക്കാൻ പ്രയാസം അതോ ആകാശത്തെയോ? ആ ആകാശത്തെ പോലും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മള് പ്രപഞ്ചത്തെ പറ്റി ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം, എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാമല്ലോ. നമ്മളിപ്പം സൂര്യൻ 10 ലക്ഷം ഭൂമി കൊണ്ടുപോയി അടുക്കി വെക്കാൻ മാത്രം വലിപ്പമുണ്ട് സൂര്യൻ എന്നാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതായത് 10 ലക്ഷം, ഭൂമിയേക്കാളും 10 ലക്ഷം മടങ്ങ് വലിപ്പമുള്ള ഒരു സാധനം സൂര്യൻ. ആ സൂര്യനാണ് രാവിലെ നമ്മൾ കാണുമ്പോ അല്ലെ ഉദിച്ചു വരുന്ന ആ സൂര്യൻ എന്ന് പറയുന്നത്. അതുപോലെയുള്ള കോടാനുകോടി സൂര്യന്മാർ, കോടാനുകോടി നക്ഷത്രങ്ങൾ, ഗോളങ്ങൾ, ഗ്രഹങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ മഹാപ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പം അതെല്ലാം നിലകൊള്ളുന്ന ആകാശം, അതിലെ 1ാമത്തെ ആകാശത്തെ പറ്റി അള്ളാഹു പറഞ്ഞത് നക്ഷത്രങ്ങളെ കൊണ്ട് 1ാം ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. നമ്മൾ ഈ കാണുന്നത് 1ാം ആകാശമാണ്. ആ ആകാശത്തെ പറ്റിയുള്ള പഠനത്തിന്റെ ഒരു കോണിൽ പോലും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞാണ് 2ാമത്തത്, അത് കഴിഞ്ഞാണ് 3ാമത്തത്, അത് കഴിഞ്ഞാണ് 4, 5, 6, 7. ആ 7 ആകാശങ്ങൾക്കും മീതെയാണ് അള്ളാഹുവിന്റെ അർഷ് എന്ന് പറഞ്ഞാൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ ഈ 7 ആകാശങ്ങൾക്കും മീതെയാണ്. 7 ആകാശങ്ങൾക്കും മീതെ ഈ പ്രപഞ്ചത്തിന്റെ പുറത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർശ് നിലകൊള്ളുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള 7 ആകാശങ്ങളെ, ബലിഷ്ഠമായ 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവൻ. അപ്പം അങ്ങനെ ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് എടുത്തു പറയുന്നത്. ഏറ്റവും നല്ല ഒരു മേൽക്കൂര, ഒരു സുരക്ഷിതമായ മേൽപ്പുര എന്ന രൂപത്തിൽ ആകാശത്തെ നാം സൃഷ്ടിച്ചു, 7 എണ്ണത്തെ നാം സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വജഅൽന സിറാജം വഹാജ. വജഅൽന സിറാജം വഹാജ. എന്താ വജഅൽന സിറാജം വഹാജ എന്ന് പറഞ്ഞാല്? വജഅൽന സിറാജം വഹാജ, വജഅൽന. അപ്പൊ അത് ആവർത്തിച്ചു വരുന്നുണ്ട്. നാം ഏർപ്പെടുത്തി തരികയും ചെയ്തു, നാം ഉണ്ടാക്കുകയും ചെയ്തു. സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്കാണ്. നമ്മൾ കത്തിച്ചു വെക്കുന്ന ഏതൊരു സാധനവും സിറാജ് എന്ന് പറയാം, കത്തിക്കൊണ്ടിരിക്കുന്ന സാധനം. സിറാജ് ഒരു വിളക്ക്. നാം ഒരു വിളക്കിനെ നാം നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരികയും ചെയ്തു. എങ്ങനെയുള്ള വിളക്കാണ്? വഹാജ് എന്ന് പറഞ്ഞാൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് നാം നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരികയും ചെയ്തു. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിളക്ക് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എന്തിനെയാണ്? സൂര്യനെയാണ്. സൂര്യനെ പറ്റിയാണ് ആ ഒരു പ്രയോഗം അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 5-ാമത്തെ ആയത്ത്. യൂനുസ് എന്നതൊരു പ്രവാചകന്റെ പേരാണ്, നമുക്കറിയാം. ആ സൂറത്തിന്റെ 5-ാമത്തെ ആയത്തിൽ കാണാം ഹുവല്ലദീ ജഅല അശ്-ശംസ ളിയാഅൻ വൽ ഖമറ നൂറ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ആരാണ്? നിങ്ങൾക്ക് സൂര്യനെ ഒരു ളിയാ ആയി, വെളിച്ചമാക്കി സൃഷ്ടിച്ചു തന്നവൻ. വൽ ഖമറ നൂറ, ചന്ദ്രനെ ഒരു പ്രകാശഗോളവുമാക്കിയവൻ എന്നാണ്. അപ്പൊ ഇവിടെ സൂര്യനെ പറ്റി അള്ളാഹു നടത്തിയ പ്രയോഗം ളിയാ എന്നും ചന്ദ്രനെ പറ്റി അള്ളാഹു നടത്തിയ പ്രയോഗം നൂറ് എന്നുമാണ്. ഈ ആയത്തിനെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നിടത്ത് കാണാം ളിയാ എന്ന് പറഞ്ഞാൽ സ്വയം കത്തുന്നതിനാണ് ളിയാ എന്ന് പറഞ്ഞിട്ടുള്ളത്. നൂർ എന്ന് പറഞ്ഞാൽ അതല്ല, കത്തുന്നതല്ല, മറ്റൊന്നിന്റെ പ്രകാശം ഏറ്റുവാങ്ങി പ്രകാശിക്കുന്നതാണ് നൂറ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ വജഅൽന സിറാജം വഹാജ, കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് നാം നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരികയും ചെയ്തു എന്ന് പറഞ്ഞത്. നമുക്കറിയാം ഇവിടുത്തെ ചൂട് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ ഇവിടെ അനുഭവിക്കുന്ന ചൂട് നമുക്കറിയാം. ഗൾഫ് രാജ്യത്തൊക്കെ ഒരു 50 ഡിഗ്രി 55 ഡിഗ്രി ഒക്കെ ചൂടാകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പിന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ. നമ്മൾ സാധാരണ വെള്ളം തിളയ്ക്കുന്ന ചൂടെന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ് അല്ലേ? നമ്മളെ സാധാരണ ഇരുമ്പ് ഉരുകുന്ന ആ ഒരു ചൂടെന്ന് പറയാൻ മനസ്സിലാക്കിയതുള്ള 1000 ഡിഗ്രിയാണ്. അപ്പോ സൂര്യന്റെ ചൂട്, സൂര്യന്റെ അകത്തെ ചൂട് എന്ന് പറയുന്നത് 65,000 ഡിഗ്രിയാണ്. അപ്പൊ 65,000 ഡിഗ്രിയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെയാണ് നമ്മൾ രാവിലെ കാണുന്നത്. അതിമനോഹരമായി അല്ലെ, കണ്ണിനേറെ ആനന്ദകരമാകുന്ന രൂപത്തിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരികയാണ്. 65,000 ഡിഗ്രി ചൂടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അതിങ്ങനെ ഉദിച്ചുയർന്നു വരുന്നത് അല്ലെ. അത് മധ്യാഹ്ന സമയത്തേക്ക് എത്തുന്നു, അസ്തമന സമയത്തേക്ക് എത്തുന്നു. നമുക്ക് കാണുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ്. ആ സൂര്യൻ അസ്തമിച്ചു പോകുന്നു അല്ലെ. അപ്പൊ ആ സൂര്യൻ, അതിന് കൃത്യമായ ഭ്രമണപഥം അള്ളാഹു നിശ്ചയിച്ചു. അത് അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അതിന്റെ പാത ഒരല്പം ഒന്ന് തെറ്റിയാൽ അല്ലെ, ഒരല്പം ഒന്ന് തെറ്റിയാൽ ഒരുപക്ഷെ ഈ ഭൂമി തണുത്തുറഞ്ഞു പോകും. ഒരുപക്ഷെ അതിന്റെ സ്ഥാനചലനം ഒരല്പം ഇങ്ങോട്ട് മാറിയാൽ നമ്മുടെ ഈ ഭൂമി കത്തിച്ചാമ്പലായി പോകും. അതുകൊണ്ടാണ് സൂറത്ത് യാസീനിൽ അള്ളാഹു പറഞ്ഞത് വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ അദ കൽ ഉർജൂനിൽ ഖദീം ലശംസു യംബഗീ ലഹാ അൻ തുദ്രിക്കൽ ഖമറു വലൽ ലൈലു എന്ന വസാബിഖുൻ നഹാരി വകുല്ലും ഫി ഫലകിൻ യസ്ബഹൂൻ എന്ന സൂറത്ത് യാസീനിൽ നമുക്ക് കാണാം. അപ്പം അള്ളാഹു നിശ്ചയിച്ച അതിന്റെ ഭ്രമണപഥത്തിലൂടെ അതിങ്ങനെ കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രൂപത്തിൽ അല്ലെ സൂര്യനെ അള്ളാഹു സംവിധാനിച്ചു. ആ സൂര്യൻ ഇല്ല എങ്കിൽ നമ്മുടെ ഇവിടെ സസ്യങ്ങൾ മുളയ്ക്കുകയില്ല, പല കാര്യങ്ങളും നടക്കുകയില്ല, നമ്മളെ അത് സാരമായി ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു
വിളക്ക്, കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നവനാണ് നാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരാണ്. അങ്ങനെയുള്ള റബ്ബിനെ ഓർത്തുകൊണ്ടും പഠിച്ചുകൊണ്ടും നിങ്ങൾ പരലോക വിശ്വാസത്തിലേക്ക് വരൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും, ഓരോ അനുഗ്രഹങ്ങളും കേവലം കേട്ടുപോകാതെ ആഴത്തിലേക്ക് അതിനെ അറിഞ്ഞും പഠിച്ചും മനസ്സിലാക്കി അള്ളാഹുവിന് കൂടുതൽ ശുക്ർ ചെയ്ത് ജീവിക്കാനാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല റബ്ബ് നമുക്ക് ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങളും കൃത്യമായി മനസ്സിലാക്കി അതിനൊക്കെ ശുക്ർ ചെയ്ത് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാവട്ടെ. പഠിക്കുന്ന ആയത്തുകൾ പരമാവധി ഇൻഷാ അല്ലാഹ് ബൈഹാർട്ടാക്കി പോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. ചിലപ്പോൾ ചില സഹോദരിമാരൊക്കെ പറയാറുണ്ട് എത്ര ഓതി പഠിച്ചിട്ടും മനസ്സിലേക്കും കയറുന്നില്ല എന്ന്. പക്ഷെ നമ്മൾ ഖുർആൻ നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തി പഠിച്ചാൽ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഓർമ്മശക്തിയൊക്കെ അള്ളാഹു തരും. അങ്ങനെയൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അള്ളാഹു കൂടുതൽ ഓർമ്മശക്തി തരട്ടെ. ഈമാനിന്റെ ചൈതന്യം അള്ളാഹു കൂടുതൽ കൂടുതൽ നമുക്ക് വർദ്ധിപ്പിച്ചു തെരുമാറാവട്ടെ. എപ്പോഴും ഖുർആനോട് ചേർന്ന് നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ തന്നെ പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഏറ്റവും ബന്ധപ്പെട്ട വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അറിയിച്ചിരുന്നു. ആ സഹോദരി സഹോദരന്മാർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവർക്ക് സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗക്കിടക്കയിൽ കഴിയുന്ന ആളുകളുണ്ട്. വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവശതകൾ അനുഭവിക്കുന്നവരുണ്ട്, ക്യാൻസർ പോലെയുള്ള വളരെ പ്രയാസപ്പെടുന്ന രോഗങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്നവരുണ്ട്. അള്ളാഹു അവർക്കെല്ലാം പൂർണ്ണമായ ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാണ്. അള്ളാഹു ഈ ഒരു അറിവിന്റെ സംരംഭത്തിൽ പങ്കെടുത്ത നമുക്കെല്ലാം നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.